ഒരു യുദ്ധത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പാകിസ്ഥാൻ നിഴൽ യുദ്ധം നടത്താൻ പോവുകയാണ്. അതായത് ഷഹബാസ് ഷെരീഫ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനമെങ്കിൽ സമാധാനം, യുദ്ധമെങ്കിൽ യുദ്ധം. അതായത് പെട്ടെന്ന് എവിടെന്നോ ആരോ ഷഹബാസ് ഷെരീഫിന് ധൈര്യം കൊടുത്തിരിക്കുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ 4 സംസ്ഥാനങ്ങളിൽ സേനയെ വിന്യസിപ്പിച്ചുകൊണ്ട്, അതായത് കര, വ്യോമ, നാവിക സേനകളെ വിന്യസിപ്പിച്ചുകൊണ്ട് എന്ത് തയ്യാറെടുപ്പിനും, എന്തും യുദ്ധമാണെങ്കിൽ യുദ്ധം, അതിനെ തയ്യാറെടുക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണ് പെട്ടെന്ന് പാകിസ്ഥാന് സംഭവിച്ചത്? നമ്മളിപ്പോൾ അറിയുന്ന വാർത്ത, ഇന്ത്യയുമായിട്ട് ഏത് തരത്തിലുള്ള സമാധാന ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് പാകിസ്ഥാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വാർത്ത കേട്ടിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടി കിട്ടിയതോടെ പാകിസ്ഥാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പറയുകയാണ്, യുദ്ധമെങ്കിൽ യുദ്ധം, സമാധാന ചർച്ചയെങ്കിൽ സമാധാന ചർച്ച. സ്വരത്തിലൊരു വലിയ മാറ്റം. എന്താണ് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്? അതായത് ഇന്ത്യയും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളാണ്, ആണവ രാജ്യങ്ങളാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഇത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കണം. സംസാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ സംസാരിച്ച് തീർക്കാനാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വരുന്നു. അതല്ല, ഞങ്ങൾക്കെതിരെ ആക്രമണത്തിനോ മറ്റോ ആണ് ഇന്ത്യ പദ്ധതി ഇടുന്നതെങ്കിൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അറിയാമല്ലോ, ആ രീതിയിലായിരിക്കും ഞങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞാൽ, ഈ ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള പാക് ഭരണകൂടം പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ വിജയിച്ചു, അങ്ങനെയുള്ള ഒരു നേട്ടം ഞങ്ങൾ കൊയ്തിട്ടുണ്ട്. ഇത് പറയുന്നത് ഇറാനിൽ ചെന്നിട്ട് അവിടുത്തെ പ്രസിഡന്റായ പെസഷ്കിയാനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് പറയുന്നത്, ഞങ്ങൾ ഇന്ത്യയുമായിട്ട് സമാധാനമാണ് കാക്ഷിക്കുന്നത്. അയൽ രാജ്യങ്ങളായ 2 രാജ്യങ്ങൾ തമ്മിൽ സമാധാന ചർച്ച നടത്തി കഴിഞ്ഞാൽ ആ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കും, പ്രാദേശികമായിട്ട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും. ഞങ്ങൾ പറയുന്നത് ഇന്ത്യ കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ എത്ര ഗൗരവത്തോടെ, എത്ര ആത്മാർത്ഥതയോടെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആർക്ക്? ഇന്ത്യക്ക്. ഇനി അതല്ല, നിങ്ങൾ ഒരു ആക്രമണത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കനത്ത മറുപടി ഉണ്ടാകും. അപ്പം നമ്മളെ ഒന്ന് പ്രകോപിപ്പിക്കുകയാണ്. ഈ പ്രകോപനത്തിന് കൃത്യമായിട്ട് നരേന്ദ്രമോദി മറുപടി പറഞ്ഞു. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന നിഴൽ യുദ്ധമല്ല, ഭീകരവാദ പ്രവർത്തനമാണ്, ഭീകരവാദ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ്. അപ്പം നിങ്ങളുടെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ ഞങ്ങൾ ഇനി അംഗീകരിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനവുമായി വന്നാൽ ഞങ്ങളുടെ നീക്കം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതായിരിക്കാം. ആ സമയത്താണ് റഷ്യയിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പെട്ടെന്ന് തൻ്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു. പറയുന്നത് അവിടെ ഫ്ലൂ ആണ് റഷ്യയിൽ. അപ്പോൾ ഫ്ലൂ ആയതുകൊണ്ട് പോകാതിരുന്ന ഡോവൽ ഇവിടെ നിലയുറപ്പിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പെട്ടെന്ന് രാഷ്ട്രപതിയെ കാണാനായിട്ട് അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നു. ഒപ്പം ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, അതുപോലെ പഞ്ചാബ്, ഈ 4 ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ സൈന്യത്തെ വിന്യസിക്കുന്നു. എന്നിട്ട് പറയുന്നത് നമ്മളൊരു മോക്ക് ഡ്രിൽ നടത്താൻ പോകുന്നു. കര, വ്യോമ, നാവിക സേനയെ വിന്യസിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സജ്ജമായിക്കൊണ്ട് നമ്മളൊരു നിലപാടെടുക്കുന്നു. ഈ നിലപാട് ഓപ്പറേഷൻ ഷീൽഡ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഷീൽഡ് എന്ന് പേര് കൊടുത്ത് നമ്മൾ ഇത്തരം ഒരു മോക്ക് ഡ്രിൽ നടത്തുന്നു പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഒന്ന് പേടിച്ചു. കാരണം കഴിഞ്ഞ മെയ് 7-ാം തീയതി ഇതുപോലെ ഇന്ത്യയിലെ 244 ജില്ലകളിൽ നമ്മളൊരു മോക്ക് ഡ്രിൽ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു. അന്ന് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള മോക്ക് ഡ്രില്ലൊക്കെ നടത്തുകയും അതുപോലെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് രാത്രിയിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആർമി ബേസുകൾ ഉൾപ്പെടെ 9 ഭീകര താവളങ്ങൾ നമ്മൾ നശിപ്പിച്ച്. ഇതുപോലെ സമാനമായൊരു സാഹചര്യമാണോ ഇപ്പോഴുണ്ടാകുന്നതെന്ന് അവർ സംശയിക്കുന്നു. കാരണം പാക് പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് അനാവശ്യമായൊരു പ്രകോപനം നടത്തി. നേരത്തെ നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റമോ ഉണ്ടായാൽ ഞങ്ങൾ അതിനെ ഒരു യുദ്ധ പ്രഖ്യാപനമായി കാണും. ഇവരിത് പേടിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തേക്കുന്നത് രാജസ്ഥാനിലെ 4 ജില്ലകളിലാണ്: ജയ്സാൽമീർ, ബാർമർ, ശ്രീഗംഗാനഗർ, ബിക്കാനീർ. അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായതിനു ശേഷം 3-4 ദിവസം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നമുക്കെതിരെ ആക്രമണം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ തുർക്കി നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ചു, ചൈന നൽകിയ മിസൈലുകൾ ഉപയോഗിച്ചു. ഈ ആക്രമണം ഏറ്റവും കൂടുതലുണ്ടായ രാജസ്ഥാനിലെ ഈ ജില്ലകൾക്ക് നേരെയാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ സുസജ്ജമായ രീതിയിൽ സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു. പ്രത്യേകമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അപ്പോൾ നേരത്തെ ഓപ്പറേഷൻ അഭ്യാസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ ഷീൽഡാണ്. ഇത്തരത്തിലൊരു നിലപാടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ ചില പ്ലാനുകൾ നമ്മൾ അവലംബിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? തീർച്ചയായും നമുക്ക് അങ്ങനെ തെറ്റു പറയാൻ കഴിയും. കാരണം ഇന്ത്യ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഭീകരതയ്ക്കെതിരെയാണ് ഞങ്ങൾ വാളെടുക്കുന്നത്, ആയുധമെടുക്കുന്നത്.
പാകിസ്ഥാനെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അവിടുത്തെ ജനങ്ങളെ, സിവിലിയൻസിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അവിടുത്തെ ജനങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് ഇന്ത്യയും ബാധിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലുള്ള ഭരണകൂടം അത്ര ദുഷ്ടരൊന്നുമല്ല, അതുകൊണ്ട് അവർക്കത് മനസ്സിലാവും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭീകരതയെ അന്നം മൂട്ടാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. IMF-ൽ നിന്ന് കടമെടുക്കുന്നത് പോലും രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ഭീകരതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ആ പാകിസ്ഥാൻ ഇറാനിൽ ചെന്ന് പറയുകയാണ്, ഇന്ത്യയുമായി മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. കാരണം ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ച് വിജയിച്ച് വന്നിരിക്കുന്നവരാണ്. പക്ഷേ ഇന്ത്യ യുദ്ധത്തിനാണ് വീണ്ടും പോകുന്നതെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ ഞങ്ങളും തയ്യാറാണ് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പരിഹാസമായി കാണേണ്ടത് ഷെഹബാസ് ഷെരീഫിന് ഇപ്പോഴും ഇന്ത്യ എന്ത് എന്നറിയില്ല എന്നുള്ളതാണ്. കാരണം കിരാന ഹിൽസിലെ അവരുടെ അത് സത്യമാണെങ്കിൽ ആ ഭാഗം വരെ, അണുവായുധം സൂക്ഷിക്കുന്ന ആ സ്ഥലം വരെ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ എത്തി എന്നുള്ള ഖ്യാതികൾ പരക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അണുവായുധം ഇട്ട് ഇന്ത്യയെ തീർക്കും എന്ന് ഒരാവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് നമ്മുടെ തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ നമ്മൾ തകർത്തത്. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ മിസൈലുകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത മിസൈലുകൾ മാത്രം മതി നമുക്ക് പാകിസ്ഥാനെ തകർക്കാൻ. അത് പാകിസ്ഥാൻ മനസ്സിലാക്കാതെ തുർക്കിയും ചൈനയും നൽകിയ ഡ്രോണുകളും മിസൈലുകളും വെച്ചുകൊണ്ട് ഇനിയും ഇന്ത്യയെ തോണ്ടാം, ഇന്ത്യയെ ഞോണ്ടാം, ഇന്ത്യയിലോട്ട് വന്ന് കളിക്കാം, ഭീകരരെ ഇറക്കി കളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും ഈ വലിയ വായിലെ വർത്താനം പറയുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നയതന്ത്രമായ പ്രഹരം കൃത്യമായി കൊടുത്തു. ഇനി വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പറഞ്ഞു. ഭീകരതയെ ഒരിക്കലും വച്ച് വാഴിക്കില്ല എന്ന് പറഞ്ഞു. ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നുള്ള ഒരു താക്കീത് തന്നെ ഇന്ത്യ കൊടുത്തിട്ടും പാകിസ്ഥാൻ ഇതാണ് നിലപാടെടുക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഇനി മാപ്പുകളിൽ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അമേരിക്കൻ ഇൻ്റലിജൻസ് പുറത്തുവിട്ട ഒരു വിവരമുണ്ട്. ഇതനുസരിച്ച് പാകിസ്ഥാൻ അവരുടെ അണുവായുധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഇസ്ലാമാബാദിൽ ഇതുമായി ബന്ധപ്പെട്ട് ചൈനയുമായിട്ട് വലിയ ചർച്ച നടത്തുന്നു. നിലവിൽ 170 ആണവ പോർമുനകൾ പാകിസ്ഥാനുണ്ടെന്നാണ് കണക്ക്. സത്യമാണോ നമുക്കറിയില്ല. ഏതാണ്ട് 600ഓളം പോർമുനകളാണ് ചൈനയ്ക്കുള്ളത്. അത് 2030 ആകുമ്പോൾ 1000 വർദ്ധിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അമേരിക്കയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായാൽ ഇത്തരത്തിലുള്ള ആണവായുധങ്ങൾ പാകിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കും. കാരണം ഇന്ത്യയുമായിട്ട് ഇനി ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സൈനികപരമായി സാമ്പത്തികപരമായി പാപ്പരായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അറ്റ കൈ എന്ന നിലയിൽ അവർ ആണവായുധങ്ങൾ എടുത്ത് ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കാം. അങ്ങനെ ആണവായുധം ഉപയോഗിച്ചാൽ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് ഇതുവരെ ആർക്കും ചർച്ച ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ലോകത്ത് അത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് പാകിസ്ഥാനിലും ഇന്ത്യയിലും മാത്രമല്ല ഉണ്ടാകുന്നത്. തൊട്ടടുത്തുള്ള ചൈനയിലുണ്ടാകാം, മ്യാൻമറിലുണ്ടാകാം, നേപ്പാളിലുണ്ടാകാം, ശ്രീലങ്കയിലുണ്ടാകാം എന്ന് മാത്രമല്ല തെക്കനേഷ്യ മൊത്തം വ്യാപിക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. അതിനു വേണ്ടിയിട്ട് പാപ്പരായി നിൽക്കുന്ന, പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ ആണവായുധം ഇരിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഉക്രൈനെ പോലെ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയെ പോലെ ഈ ആണവായുധ നിർമ്മാർജ്ജനം അവിടെ ഉണ്ടാകണം. അവർക്ക് ആണവായുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കാനുള്ള അവകാശമില്ല. ഈ നിലപാട് സ്വീകരിക്കണം. അമേരിക്കയോ റഷ്യയോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒക്കെ ചേർന്ന് ഒരുമിച്ച് സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ അതിന് വഴങ്ങും. അല്ലാത്തടത്തോളം കാലം നമുക്ക് അവരെ വിശ്വസിക്കാൻ കഴിയില്ല. ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം 2.5 ലക്ഷം കോടി രൂപയാണ് പാകിസ്ഥാൻ അവരുടെ ആനുവൽ പ്രതിരോധ ബജറ്റിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്രയും പണം ലഭിച്ചാലുള്ള പ്രശ്നം പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇതിലൊരു പങ്ക് അടിച്ചു മാറ്റും. ബാക്കി പങ്ക് പട്ടാള മേധാവികൾ അടിച്ചു മാറ്റും. അവശേഷിക്കുന്ന പണം മാത്രമേ ആയുധം വാങ്ങാൻ ഉപയോഗിക്കൂ. ഈ പണം ഉപയോഗിച്ച് അവർ വാങ്ങുന്നത് അണുവായുധങ്ങളാണെങ്കിൽ അത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പണം കയ്യിലെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളും സൈനിക മേധാവികളും ഒരു സുപ്രഭാതത്തിൽ പാകിസ്ഥാൻ വിട്ട് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് അഭയം തേടണം. എന്നിട്ട് രണ്ടാം നിരയിലുള്ള നേതാക്കളെ വെച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താം. പാകിസ്ഥാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച സമ്പദ് സമൃദ്ധിയുള്ള രാജ്യമാകണമെന്നോ വികസന രാഷ്ട്രമാകണമെന്നോ സൈനിക ശക്തിയാകണമെന്നോ ഒന്നുമല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കണം. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ തകർന്നു പോകണം. അതിനുവേണ്ടി ചിന്തിക്കുന്ന ജിഹാദികളാകാൻ സന്നദ്ധതയുള്ള 100 കണക്കിന് 1000 കണക്കിന് ജനങ്ങളുള്ള സ്ഥലമാണ് പാകിസ്ഥാൻ.
അതേ വികാരമുള്ള നിരവധി ആളുകൾ പാക് ആർമിയിലുമുണ്ട്. അതുകൊണ്ട് സ്വന്തം രാജ്യം നശിച്ചാലും വേണ്ടിയില്ല, ഇന്ത്യയെ ഇല്ലാതാക്കണം. ഇന്ത്യക്കെതിരെ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഒരു 1000 വർഷത്തേക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പോലും ഈ ഭൂലോകത്ത് കാണില്ല. അത്തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകും. പക്ഷേ ആണവായുധം ഉപയോഗിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഷഹബാസ് ഷെരീഫിൻ്റെ ഈ മുന്നറിയിപ്പിന് നമ്മൾ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത്. പൂർണ്ണ സജ്ജമായിട്ട് ഇന്ത്യയുടെ കരസേന ടാങ്കുകളുമായിട്ട് അതിർത്തി പ്രദേശങ്ങൾ നിലയുറപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ ഒന്നും തന്നെ യുദ്ധത്തിൽ സജീവമായി ഇടപെടാതിരുന്ന നമ്മുടെ നാവികസേന INS വിക്രാന്ത് ഉൾപ്പെടെ ഇവിടെ ഇടപെടുന്നു. INS വിക്രാന്തിലേക്ക് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ട് എന്ന് സന്ദർശനം നടത്തുന്നു. ഇപ്പോൾ നമുക്ക് വരികൾക്കിടയിലൂടെ ചില കാര്യങ്ങൾ വായിക്കെടുക്കണം. എന്തുകൊണ്ട് അജിത് ഡോവൽ റഷ്യ സന്ദർശനം ക്യാൻസലാക്കുന്നു? എന്തിന് INS വിക്രാന്തിലേക്ക് രാജ്നാഥ് സിംഗ് പോകുന്നു? പ്രധാനമന്ത്രിക്ക് പകരം രാഷ്ട്രപതി ഭവനിലേക്ക് ആഭ്യന്തരമന്ത്രി പോകുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ഇണക്കി വായിച്ചു നോക്കിയാൽ നമ്മൾ ഇപ്പോൾ നടത്താൻ പോകുന്ന മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് ശക്തമായ വാണിംഗാണ്. നമുക്കെതിരെ പ്രകോപനപരമായ വാക്കോ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റമോ ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകും. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നു. ഇന്ത്യ സൈന്യത്തെ നിരത്തിക്കൊണ്ട് ശക്തമായ വാണിംഗ് നൽകിയിരിക്കുന്നു. തീർച്ചയായിട്ടും.